അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് കൂടെ ഷോപ്പിങ്ങിന് പോവാണ്, ലൈക്ക് സ്റ്റാർട്ട്ഫോർഡ് മാളിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. നല്ല നല്ല കളക്ഷൻസ് ഉള്ളായിരുന്നു ഗൈസ്. പക്ഷെ എനിക്കറിയത്തില്ല ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന്. ഇവിടെ അധികം കളക്ഷൻ, ഇതിനൊക്കെ 50% ഓഫ് പറയുന്നുണ്ട്. ഈ ഉടുപ്പിട്ടാൽ ഇതാ ഇതുപോലെ ആവാം. നോക്കൂ, 14 പൗണ്ടിന് വെറുതെ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കാം. ഡ്രസ് എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള അനഘ പ്രശാന്ത്. അച്ഛന്റെ പേര് പ്രശാന്ത്, എനിക്കതാ ഇഷ്ടം. അപ്പൊ പ്രശാന്തിന്റെ കൂടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരിക്കാണെങ്കിൽ പച്ച കളർ ഡ്രസ്സ് തന്നെ വേണം, നിർബന്ധമാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട്. സാറയിൽ കയറിയിരിക്കുന്നു. രണ്ടുടുപ്പെടുത്തു അനു. അതിന് അതും സാറേന്ന് നല്ല റേറ്റ്, ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം അല്ലേ അനു? അപ്പൊ ഇവിടുന്ന് 2 ഉടുപ്പെടുത്തിട്ട് ഓക്കെ ആകെപ്പാടെ ആയത് 16 പൗണ്ട്. പോട്ടെ 17 പൗണ്ട്, 1700 രൂപ നാട്ടിലെ 2 ഉടുപ്പിന്. ജീൻസ്, ബാഗ് 60% എല്ലാത്തിനും ഓഫറാണ് ഗൈസ് ഇവിടെ. 70%. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഫുള്ളതാണ്. അങ്ങനെ മാളിന്ന് വിട പറയുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പൊ നമ്മള് റൈസ് ക്ലബിലാണ് വന്നിരിക്കുന്നത്. ഞാൻ UK കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ബീഫ് ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ് റൈസ് ക്ലബ്. അപ്പൊ സത്യമായിട്ടും സീരിയസ് ആയിട്ട് പറയാം, ഞാൻ ഇത് കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ കഴിക്കാൻ വരുന്നില്ലായിരുന്നു റൈസ് ക്ലബ്, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. നമ്മളങ്ങനെ നമ്മുടെ പണ്ടത്തെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടിയിരിക്കുന്നു. കൂട്ടുകാരനല്ല, നല്ല പ്രായമുണ്ട്. എന്തിരിഞ്ഞിങ്ങോട്ടൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ കണ്ട, നമ്മളങ്ങനെ പ്രറ്റില് വന്ന് ഞങ്ങൾ കുറെ നാളിന് ശേഷം ഞാനും അനുവും കൂടെ കണ്ടുമുട്ടിയതാണ്. അപ്പൊ എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? പറയൂ. കല്യാണം കഴിച്ചിട്ടില്ല, മാനേജരാന്ന് കൂടെ പറയും, കടയുടെ സ്വന്തം കടയാ പറയും. ക്യാമറ ഒക്കെ ഉണ്ട് ഞങ്ങക്ക്. ഞാനങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ ഫുള്ള് പ്രൊഡക്റ്റീവ് ആയിരുന്നു. സാറിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാനാണ് പതിവ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.